നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. സുപ്രീം കോടതിയാണ് ഈ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതിയുടെ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ആ നിലക്ക് ആശ്വാസകരമാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായിരുന്ന ഒരു കാര്യമായിരുന്നു നവകേരള സർവേ. ഒടുവിൽ അത് ഹൈക്കോടതിയാൽ സ്റ്റേ ചെയ്യപ്പെട്ടത് വലിയ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഷബിന വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഷബിന, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്? സനീഷ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ ആ ഉത്തരവ് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. അതിനെതിരെ സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചത് ഇത്തരത്തിൽ ഒരു സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ്. ഈ സുപ്രീം കോടതിയുടെ ബെഞ്ച് തന്നെ ചോദിക്കുന്നു. സംസ്ഥാന സർക്കാർ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇനി ഭാവിയിലേക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾ വേണ്ടി നടത്തുന്ന സർവേ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിൽ എന്താണ് തെറ്റ്? ഇത്തരത്തിലൊരു സർവേ നടത്തിയത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അഭിഭാഷകർ, ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ, അതായത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയവരുടെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഇത് പാർട്ടി പ്രവർത്തകരെ, വോളണ്ടിയർമാരായി നിയമിച്ച പാർട്ടി പ്രവർത്തകരെ രാഷ്ട്രീയ നേട്ടത്തിനായി സർവേ നടത്തുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ കോടതി ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സർവേ നടത്തുന്നത്. അത്തരത്തിലൊരു സർവേ നടത്തി അതിൻ്റെ സർവേ ഫലം ശേഖരിക്കുകയും അതിനുശേഷം വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അതിൽ എന്ത് തെറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത് 20 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. ആ ഫണ്ട് അനുവദിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതി ഇത് റദ്ദാക്കിയിരുന്നത്. KSU പ്രവർത്തകരാണ് ഇത്തരം ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ്റെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ഈ കത്തിൽ പാർട്ടി പ്രവർത്തകരോട് ഈ സർവേയുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് സർക്കാർ ഉത്തരവ് വരുന്നതിന് മുമ്പേ തന്നെ പാർട്ടി തലത്തിൽ നിന്ന് കത്തുകൾ വരുന്നു, അത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ രാഷ്ട്രീയമായി ഇതിനെ വിനിയോഗിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിനായി ഈ സർവേ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ അഭിഭാഷകർ ഉന്നയിച്ചു. പക്ഷേ കോടതി ചോദിക്കുന്നത് എന്താണ്, ഈ സർവേ നടത്തുന്നത് കൊണ്ട് തെറ്റെന്താണ് എന്ന ചോദ്യം ഉന്നയിക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ ഈ നവകേരള സർവേയുമായിട്ട് മുന്നോട്ട് പോകാം സംസ്ഥാന സർക്കാരിന് എന്നതാണോ ഒന്നില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ സർവേ നടപടികൾ ആരംഭിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയുടെ സ്റ്റേ വന്നതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാം എന്ന നിലയുണ്ടോ? തീർച്ചയായും സർവേ നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി ചോദിക്കുന്നത് ഏതെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിച്ചാൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യം ചോദിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നേട്ടങ്ങൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. സംസ്ഥാന സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ സർവേ വഴി അറിയിക്കാം. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സർവേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അത് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സർവേ നടത്തി എന്നതുകൊണ്ട് എന്താണ് സംസ്ഥാന സർക്കാരിന് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് പ്രശ്നമുണ്ടാകുക എന്ന ചോദ്യം ഉന്നയിക്കുന്നു. സർവേ തുടരാം എന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ സർവേ ഏകദേശം നടപടികൾ പൂർത്തിയാകാവുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. കാരണം ഈ സർവേ നടപടികൾ നിർത്തിവെക്കാൻ പറഞ്ഞിരുന്നു. ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ അപ്പീലിൽ പറഞ്ഞിരുന്നത് ഈ സർവേ ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നില്ല, സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്, അല്ലാതെ വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ വിശദീകരിച്ചിരുന്നു. ഏതായാലും കോടതി അതിന് അനുകൂലമായൊരു സമീപനം തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. സർവേ നടപടികൾ തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഷബിന, ഇതിനകത്ത് ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ ഭാഗമായി വന്നിരുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ബജറ്റിനകത്തുള്ളതല്ല ഈ 20 കോടി ചെലവാക്കുക എന്ന കാര്യം. ധനവകുപ്പിൻ്റെ പ്രത്യേക മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രത്യേക അനുമതിയോ പ്രത്യേകമായിട്ട് വകയിരുന്ന
വിലയിരുത്തലോ ഇല്ലാതെ 20 കോടി ഇങ്ങനെ ഒരു സർവേക്ക് ചെലവഴിക്കുന്നതിലെ അപാകത ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോകുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സർവേ നടന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നത് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പിന്നിലുള്ള സംസ്ഥാന സർക്കാർ CPIM നയിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ CPIMന് ഈ സർവേ സംബന്ധിച്ച് നേരത്തെ മുൻകൂർ അറിയാമായിരുന്നു. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്കൊപ്പം CPIMൻ്റെ കേഡർമാരും ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നതുപോലുള്ള സംശയങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാകുമല്ലോ. അവയോട് സുപ്രീം കോടതി ഏത് നിലപാടാണ് സ്വീകരിച്ചത്? സനീഷ്, ഇന്നിപ്പോൾ അത്തരത്തിലൊരു വലിയ വിശദമായ വാദങ്ങളൊന്നും കോടതിയിൽ നടന്നിരുന്നില്ല. കോടതി ആദ്യഘട്ടത്തിൽ തന്നെ ഈ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ അപ്പീൽ പരിഗണിക്കുന്നു. അപ്പീൽ പരിഗണിക്കുമ്പോൾ സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, 20 കോടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശമാണ് ഇതിനുള്ളത്. അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് നടത്താനുള്ള പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുക, അതാണ് ഈ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കി. അല്ലാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ ഈ സർക്കാരോ രാഷ്ട്രീയ നേട്ടത്തിനായി ഈ സർവേ ഉപയോഗിക്കുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു കോടതി. മറ്റൊന്ന് സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPMൻ്റെ കേഡറുകൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഇതിൽ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നു എന്നതുമാണ്. സംസ്ഥാന സർക്കാർ ഈ ഉത്തരവ് ഇറക്കുന്നതിന് മുമ്പേ തന്നെ ഈ CPMൻ്റെ സെക്രട്ടറിയുടെ കത്ത് പുറത്തു വന്നു എന്നൊരു ആക്ഷേപമായിരുന്നു നിലനിന്നിരുന്നത്. സെപ്റ്റംബറിൽ ഇത്തരത്തിൽ കത്ത് പുറത്തു വന്നു എന്നാണ്. അത് ഹൈക്കോടതി ഈ MV ഗോവിന്ദനോട് വിശദീകരണം ചോദിക്കുകയും MV ഗോവിന്ദൻ ഇതിൽ കൃത്യമായ വിശദീകരണം നൽകുകയും ചെയ്തതാണ്. കാരണം ഈ സർവേ നടക്കുന്നു എന്നറിഞ്ഞു. അതിനുശേഷം CPMൻ്റെ പ്രവർത്തകരോട് ഈ സർവേയുമായി സഹകരിക്കാൻ സൗജന്യമായിട്ടാണ് വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നത്, അവർ പ്രതിഫലം പറ്റുന്നില്ല എന്ന കാര്യമായിരുന്നു എടുത്തു പറഞ്ഞത്. ഇത്തരത്തിൽ പ്രതിഫലം പറ്റാതെ വോളണ്ടിയേഴ്സായി പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തിക്കാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. അതിലൊരു പൊളിറ്റിക്കൽ മോട്ടീവ് ഇല്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയിലും സംസ്ഥാനം ആവർത്തിച്ചത്. ഈ ഹർജിക്കാരുടെ ഈ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ KSUവിൻ്റെ അഭിഭാഷകർ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നത് അല്ലെങ്കിൽ ഒരു കത്തെഴുതുന്നത് അത് കാര്യമാക്കി എടുക്കണോ എന്നൊരു ചോദ്യം കോടതി ഇതിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ MV ഗോവിന്ദൻ്റെ കത്തടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചപ്പോഴാണ് അത്തരത്തിലൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല. സർവേ നടപടികൾ തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ശരി, നന്ദി ഷബ്ന. വിവരങ്ങൾക്ക് വളരെ സുപ്രധാനമായിട്ടൊരു വിവരമാണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഷബ്ന നൽകിയത്.